അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീന ത്വാഹിരീന അൽഫായിസീന ബിരിദല്ലാഹ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മുടെ ജീവിതക്രമം എങ്ങനെയായിരിക്കണമെന്ന് ഇസ്ലാം കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസവും കർമ്മവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വഭാവങ്ങളും സമീപനങ്ങളുമെല്ലാം നാം ചിട്ടപ്പെടുത്തേണ്ടത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ഇസ്ലാമിക ചരിത്രവുമൊക്കെ കൃത്യമായി പഠിച്ചെടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുക എന്നതാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. അറിയാത്തത് അറിയുന്നവരോട് ചോദിച്ചു പഠിക്കണമെന്ന കൽപ്പന വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പഠിപ്പിക്കുന്നത് കാണാം. ഖുർആനിൽ രണ്ടു വ്യത്യസ്ത സ്ഥലങ്ങളിൽ, ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലും സൂറത്തുൽ അംബിയായിലും അള്ളാഹു ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 43-ലും 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 7-ാമത്തെ വചനത്തിലും ഈ കൽപ്പന നമുക്ക് കാണാൻ സാധിക്കും. ഫസ്അലു അഹ്ല ദിക്ർ, നിങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കുക. ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ. അതുകൊണ്ട് തന്നെ നമുക്കറിയാത്ത വിഷയങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് പഠിക്കുക എന്നതിനെ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മദീനയിലെ സ്ത്രീകൾ പല കാര്യങ്ങളും ചോദിച്ചറിയാൻ വരികയും അവരതിന് മടി കാണിക്കാതിരിക്കുകയും ചെയ്തതിനെ പുകഴ്ത്തി പറയുന്ന വാചകങ്ങൾ ഹദീസിൽ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നിഅമൻ നിസാഉ നിസാഉൽ അൻസ്വാർ, അൻസ്വാരി സ്ത്രീകൾ എത്ര നല്ല സ്ത്രീകളാണ്. ലം യകുൻ യംനഉഹുന്നൽ ഹയാ അയസ്അൽന അനിദ്ദീനി വഅയതഫഖഹന ഫീഹി, മതകാര്യങ്ങൾ ചോദിച്ചു പഠിക്കാനും മതത്തിൽ അവഗാഹജ്ഞാനം നേടാനും അവർക്ക് ലജ്ജ ഒരു തടസ്സമായിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, വിശുദ്ധ ഖുർആനിൽ ഒരായത്തുമില്ല അത് ഏത് വിഷയത്തിൽ ഇറങ്ങിയതാണ് എന്ന് എനിക്കറിയാത്തതായി. വഅൈന ഉൻസിലത്ത്, അത് എവിടെ വെച്ച് ഇറങ്ങിയെന്നും എനിക്കറിയാത്തതായി ഖുർആനിൽ ഒരു വാചകവുമില്ല. എന്നിട്ട് അദ്ദേഹം അതിന് കാരണമായി പറയുന്നു, വഇന്ന റബ്ബി വഹബലി ഖൽബൻ അഖൂല വലിസാനൻ സഊല, കാരണം എൻ്റെ റബ്ബ് എനിക്ക് ദാനമായി നൽകിയിരിക്കുന്നു ഖൽബൻ അഖൂലൻ, ബുദ്ധിയുള്ള ഒരു ഹൃദയവും, വലിസാനൻ സഊല, ചോദിച്ചറിയുന്ന ഒരു നാവും എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ബിമ അദ്റക്തൽ ഇൽമ്, താങ്കൾ എങ്ങനെയാണ് ഇത്രത്തോളം അറിവുണ്ടാക്കിയത്? ഞാൻ അറിവ് നേടിയത് ചോദിച്ചറിയുന്ന ഒരു നാവും ബുദ്ധിയുള്ള ഹൃദയവും തളരാത്ത ഒരു ശരീരവുമുള്ളതുകൊണ്ടാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ദീനീ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അറിയാത്ത കാര്യങ്ങളിൽ വിധി പറയുമ്പോൾ വലിയ അബദ്ധങ്ങളിലാണ് ചെന്ന് ചാടുക. ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ തല കല്ലിനിടിച്ച് പരിക്കുപറ്റി. അദ്ദേഹത്തിന് കുളി നിർബന്ധമായ അവസ്ഥയുമുണ്ടായി. എനിക്ക് കുളിക്കുന്നതിൽ ഇളവുണ്ടോ, ഞാൻ തയമ്മും ചെയ്താൽ മതിയോ എന്ന് കൂടെയുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, മാ നജിദു ലക റുഖ്സ, താങ്കൾക്കതിൽ ഇളവുള്ളതായി ഞങ്ങൾ കാണുന്നില്ല. അദ്ദേഹം കുളിക്കുകയും രോഗം മൂർച്ഛിക്കുകയും മരണപ്പെടുകയും ചെയ്തു. യാത്ര കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തിയ സ്വഹാബികൾ കാര്യം അവതരിപ്പിച്ചപ്പോൾ തിരുദൂതർ പറഞ്ഞത്, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, അദ്ദേഹത്തെ അവർ കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കോപമാണ് അവരുടെ മേലുണ്ടാവുക. അല്ലാ സഅലു ഇദാ ലം യഅലമു, അവർക്കറിയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ചോദിച്ചു പഠിച്ചുകൂടായിരുന്നോ? ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, അറിവില്ലായ്മക്കുള്ള മരുന്ന് ചോദിച്ചറിയലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അറിയാത്ത കാര്യങ്ങൾ സ്വയം തോന്നുന്നതിനനുസരിച്ച് സ്വീകരിക്കുന്നതിനു പകരം അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കാൻ നാം തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.